നിയാസിന്റെ വണ്ടി ആണോ? അപ്പൊ നമുക്ക് 6 മാസം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. ഇവരിനേക്കാളും മിടുക്കന്മാരാണല്ലോ. എവിടെ നിയാസേ? സ്ഥലമുണ്ട്. ഹലോ, എന്തൊക്കെയാ? സുഖം സുഖം. ഹലോ, എല്ലാരും ഹാപ്പി അല്ലേ? യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നോ? വെരി ഗുഡ് ആണോ? പിന്നെ നമ്മളെ നാടക കാര്യങ്ങൾക്ക് ആകെ അവതാളത്തിലേക്ക് കിടക്കുക. നമുക്കൊന്ന് ഉഷാറാക്കണം. 2ാമത് തുടങ്ങണം നമുക്ക്. നിന്റെ വരവ് കാത്തിരിക്കുന്നത് ഞങ്ങള്. ഇതൊന്നും ആലോചിക്കാൻ ഒരു നിമിഷം. നമ്മുടെ നാടകത്തെ എനിക്ക് ചില കാഴ്ചപ്പാടുകൾ. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്ത് ഉടനെ തന്നെ തുടങ്ങണം. ഇനി ഒന്നും ആലോചിക്കാനില്ല. കാര്യമായിട്ട് പെട്ടെന്ന് തന്നെ വയറ് ചാടിക്കണല്ലാകെ. ഓ, അതൊക്കെ തോന്നല. അവിടെ എങ്ങനെ കാലാവസ്ഥ എങ്ങനെ? താമസൊക്കെ വലിയ ഫ്ലാറ്റിലല്ലേ? ഫ്ലാറ്റിൽ ചൂടില്ല. ഇവിടെ അല്ലേ ചൂട്, അവിടെ തണുപ്പല്ലേ? എ സിയിലല്ലേ കിടക്കുന്നത്? 2 ഭാഗത്തും എ സി അല്ലേ? ഞാൻ പറഞ്ഞത് കേൾക്ക്. നാളെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യണം. ഇപ്രാവശ്യം ക്ലബൊക്കെ നമുക്കൊന്ന് ഉഷാറാക്കണം. നല്ലൊരു നാടകം ചെയ്യണം. നല്ല സന്തോഷമായി ഞങ്ങൾക്ക്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയാക്കണം. ഗൾഫിൽ നിന്ന് വന്ന് ഇറങ്ങിയതുള്ളൂ, അപ്പോഴേക്ക് വന്ന് ശല്യങ്ങള്. എന്താടേ, നാടൊക്കെ മാറിയല്ലോ, പച്ചപ്പൊക്കെ പോയി. ശരിയാക്കാം, സമയമുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം, നാടകാഭിനയം എന്നൊക്കെ പറഞ്ഞേ ഇവനെ തിരിപ്പിക്കാൻ വരരുത്. കുട്ടിക്കളിയൊക്കെ ഉണ്ട്, നിർത്തിക്കളി. കുടുംബത്തിന്റെ കാര്യം നോക്കി നടക്കേണ്ട ആൾക്കാരാങ്ങള്. വീട്ടിലെ പണിയെടുത്ത് ഇവന്റെ അമ്മനെ നടുവൊടിഞ്ഞ് ഒറ്റക്കിരുന്ന് ഞങ്ങൾക്ക് 2ആക്കും മടുത്ത്. ഞങ്ങൾ 2 വയസ്സന്മാരാ വീട്ടിലുള്ളത്, നിങ്ങൾക്കൊരു ഓർമ്മ വേണം. അതുകൊണ്ട് ഇവൻ വന്നുടനെ ഒരു കല്യാണം കഴിപ്പിക്കണം എന്നാ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങളൊക്കെ ഓന്റെ ചെങ്ങായിമാരാണെങ്കിൽ ഓന് പറ്റിയൊരു പെൺകുട്ടീനെ കണ്ടുപിടിക്കും. അതാ വേണ്ടത്. ബ്രോക്കർമാർ കുറെ ആലോചനകൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്നും ഞങ്ങൾക്ക് പറ്റൂല. അത്യാവശ്യം സ്വത്തും മുതലും ചുറ്റുപാടുള്ളടത്തുനിന്ന് മതി പെണ്ണ്. ഓക്ക് വിദ്യാഭ്യാസവും ചൊറുക്കും കുറച്ച് കൂടിപ്പോയാലും ഒരു കുഴപ്പമില്ല. ഇക്കാര്യത്തിലെ കുറച്ച് കടുംപിടുത്തുള്ളവനാ ഞാൻ. കാരണം ഞാൻ ഓന്റെ അമ്മാവനാ. ഓനങ്ങോട്ട് വിളിക്കി. നിയാസേ, വന്ന് വണ്ടി കയറി. അപ്പൊ പോട്ടെ, പിന്നെ കാണാം. ഗൾഫിൽ പോയി തടിച്ചുകൊണ്ട് കൊടുത്തപ്പോ അവർക്ക് പറന്നുപോയി. എടാ മണികണ്ട, നിന്നൊക്കെ മറന്ന ഞാൻ ജീവിക്കണോടാ? ഞാൻ പേടിച്ചു. നിയാസ് ഇപ്പോഴാ പഴയ നിയാസനടാ, ഒരു മാറ്റമല്ല, ഇനിയോട്ട് ഉണ്ടാകാനും പോകുന്നില്ല. പിന്നെ നാളെ മുതൽ നീ എല്ലാ കാര്യത്തിനും എന്റെ കൂടെ വേണം, കേട്ടല്ലോ? എന്നാ ശരി, ഓക്കെ. എന്തേക്കും പറഞ്ഞ്? എന്നോടല്ല പറഞ്ഞത്, അവനോട് ചോദിക്കൂ. ഒന്നിവിടെ വരെ, ചായ കുറച്ച് കഴിഞ്ഞിട്ട് മതി. അതിനല്ല, വേറൊരു കാര്യത്തിനാ. എന്തേ? എന്താ പച്ചയായതുകൊണ്ട് വിറകൊന്നും കത്തണില്ല. ഗ്യാസും തീർന്നു. ഇങ്ങള് കുറച്ച് ഉണങ്ങിയ വിറക് കീറിക്കൊണ്ടുവരി. എനിക്കാണെങ്കി ഇതൊന്നും ശീലല്ല. ഞങ്ങള് വലിയ ഫാമിലീസ് ആയി പോയില്ലേ, എന്താ ചെയ്യാ? അല്ല, ഇതൊക്കെ ഇപ്പൊ ഞാൻ എങ്ങനെയാ? അല്ല ഷൈന, അതെ, അല്ല നിങ്ങള് പോയില്ലേ? വേഗാവട്ടെ.
എന്നാ ഈ എന്ന് കടുപ്പത്തിലൊരു ചായ ഉണ്ടായിക്ക. എനിക്ക് കൊറേ അലക്കണ്ടല്ലോക്ക. ഉച്ച തിരിഞ്ഞ മഴയാവും. ചായ ഉമ്മ ഉണ്ടാക്കി തരും. അതെങ്ങനെയാ ശരിയാവുക? ഓന്റെ എല്ലാ കാര്യങ്ങളും നീയല്ല നോക്കണ്ട്. ആ എന്നാ ഉമ്മ ചെന്നിട്ട് അലക്ക്, ഞാൻ അപ്പോഴത്തേക്കും ചായ ഉണ്ടാക്കാം. അല്ല, അതൊക്കെ ഈ എന്നെ അങ്ങോട്ട്. മഴ പെയ്താലേ ഒന്നും ഉണങ്ങൂല. നോക്കിന്ന് നിങ്ങളൊന്നും ഇവിടെ വരി. നല്ല രസമുള്ള ഒരു കാഴ്ച കാട്ടിത്തരാ. എന്താണ്? ഇവിടെ വരിന്ന് വേഗം വരി. ദാ, അങ്ങോട്ട് നോക്കി. ആ അത് തിരക്കില്ലല്ലോ. രണ്ടും നന്നായോ? നന്നായി ഓൽക്ക് നന്ന്. പുതിയ മരോട് ഏതായാലും ആള് സാറാ. ഇതെന്തപ്പ ഞാൻ കാണുന്നത്? ആരോടുള്ള വാശിക്ക് ഈ പണിയൊക്കെ? അതെ, ഇന്നലെ ആശുപത്രി പോയി പരിശോധിച്ചപ്പോ ഷുഗർ ലേശം കൂടുതലാന്ന് പറഞ്ഞ്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിസർത്താലേ അത് നല്ലതാന്നാ ഡോക്ടർ പറഞ്ഞ്. ഇപ്പൊക്കെ പോയാലേ ഈ നല്ലോണം വിസർക്കും. അല്ല, അനക്കുണ്ടോ ഷുഗർ? ഇല്ല, ഞാൻ വെറുതെ ഉമ്മാനെ സഹായിക്ക. ഇപ്പൊ എന്താ വിറക അലക്കണേ? നടക്കട്ടെ നടക്കട്ടെ, അധികം ബസർക്കണ്ട, നീരിറങ്ങും. ചായ. ആ എന്താ അവിടെ പഞ്ചാരല്ലേ? ഇല്ല ഇല്ലേ? ഇല്ല, തീർന്നൂന്ന്. അപ്പൊ എന്താ ഞാൻ പീടിക്കോയപ്പോ ആരോ ഒന്ന് പറയാഞ്ഞ്? അറിയില്ല. എന്നാ അത് അനക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടായിരുന്നോ? അത് നിങ്ങൾ പോയത് ഞാൻ കണ്ടിട്ട് വേണ്ടേ? ഓരോരോ നല്ല ഒന്നാം തരം കുട്ടിയാ, നല്ല അന്തസ്സുള്ള തറവാട്ടുകാരാ. ഞമ്മളെ നിയാസിന് നന്നായിട്ട് ചേരും. എന്നാ പിന്നെ ഞാൻ ഒന്നും ആലോചിക്കണ്ട, നാളെ തന്നെ ഓനെ കൊണ്ടേ കാണിച്ചു കൊടുക്ക്. ഫോട്ടത്തിലെ ചൊറുക്കൊന്നും ചെലപ്പോ കാണുമ്പോ ഉണ്ടാവൂലേ. ഏയ്, ഇക്കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയല്ല. എന്തുമാതിരി ചൊറുക്കാണെന്ന് അറിയാം അതിന്. പോട്ടെ, അങ്ങനെ ഉണ്ട്. നിങ്ങൾ ആ ഒന്ന് പറ. അളിയനൊന്നും നോക്കി നോക്കി. ആ നിയാസല്ലേ വരണേ. ഓന് നേരിട്ടൊന്ന് കാണിച്ചു കൊടുത്തളാ. അളിയ അങ്ങോട്ട് പോയി വരി. ഇതെങ്ങനെയുണ്ട് ഫോട്ടോ? അടിപൊളി ഫോട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ ഈ കെട്ടിക്കോ. ആദ്യം നിന്റെ കേട്ടെ, എന്നിട്ട് മതിരിക്കും. അപ്പൊ എപ്പോഴാ പോയി നോക്ക? നാളെ പെണ്ണാണാൻ പോവില്ലേ? ആ നാളെ പോകാം. അപ്പൊ പോയി. ഉറപ്പല്ലേ? എടാ ഞാനുണ്ടാ. എന്തുവാടേ പെണ്ണ് കാണാൻ പോകുമ്പോ ഒരു ഊക്കിളി ഓമിനി വാനോ? മോശം. ഓമിനിക്ക് എന്താ കുഴപ്പം? തറവാട്ട് പറഞ്ഞല്ലേ? അത് വിട്, നാടാകെ മാറിപ്പോയി അല്ലടേ. മാറിയോ? എവിടെ? എപ്പോ? അത് ശരി, പിന്നെ ഭയങ്കര മാറ്റല്ലേ? കൈ മാറ്റടേ. മണികണ്ട, ഓ, ആ കൂളിംഗ് ഗ്ലാസ് മാറ്റടേ. എന്റതല്ല, തന്റത്. അത് വെക്കാന്നല്ലേ? ഇപ്പൊ വെക്കണ്ട, ഞാനില്ലാത്തപ്പോ ഒറ്റക്ക് വെച്ചോ. നീ ഇൻസൈഡ് ആണോടേ? ആ, ഔട്ടാക്കിയേക്ക്. മണികണ്ട, എനിക്ക് നല്ല സുന്ദരന്മാരും സുമുഖന്മാരുമായ സുഹൃത്തുക്കൾ ഇല്ലാത്തത് കൊണ്ടല്ല നിന്നെ കൂടെ കൂട്ടിയത്. എന്റെ ഗ്ലാമർ കൂട്ടാന്, എനിക്ക് കണ്ണ് തട്ടാതിരിക്കാൻ. അങ്ങനെ വേണടാ. ബ്രോക്കറെ, നിന്നെ പോലെ അളിഞ്ഞ ബ്രോക്കർമാരുമായി പെണ്ണ് കാണാൻ പോകാൻ എനിക്ക് താല്പര്യമുണ്ടായിട്ടല്ല. പിന്നെ വല്ല കമ്മീഷന് തടയുമെങ്കിൽ നിനക്ക് തന്നെ തടഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാ. അതെനിക്ക് മനസ്സിലായി. ബ്രോക്കറെ, നമുക്ക് പറ്റുള്ള കുട്ടികളുണ്ടോ നിങ്ങളുടെ കസ്റ്റഡിയിൽ? ഉണ്ടല്ലോ, പക്ഷെ അനക്ക് കെട്ടിച്ചേരില്ല. അതെന്തേ? ഞാനേ പെൺകുട്ടിയൊക്കെ ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാ, ജീവിതം നശിപ്പിക്കുന്ന ആളാ. എന്തിനാടാ വടി കൊടുത്ത് അടി വാങ്ങാൻ നിൽക്കുന്നത്? എടാ നിയാസേ,
ഞമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണത് എന്റെ പഴയ അയൽവക്കക്കാരന്റെ വീടിന്റെ അടുത്തുകൂടിയാ. ആരുടെ? മനാഫ് മൊയ്യല്ലേ പെണ്ണില്ലേ റസിയ, ഓളെ വീടിന്റെ അടുത്തൂടെ. ഇവിടെ അടുത്താണോ? ആ അടുത്തന്നെ. പാവം കുട്ടി, വല്ലാത്തൊരു യോഗം തന്നെ. നമുക്ക് അവിടെ നിന്ന് കേറിയാലോ? ഇപ്പൊ തന്നെ നേരം പോയി, ഇനി തിരിച്ചു വരുമ്പം കയറാം. ആ അത് സാരല്ല, ഒന്ന് കേറിയിട്ട് പോകാം. ഒന്നുമില്ലെങ്കിലും പഴയ അയൽവാസിയല്ലേ. എന്നാ വണ്ടി തിരിക്കടോ, അടുത്ത റൈറ്റിലേക്ക്. ആ വരി വരി വരി, ഇതാണ് പോരാ. ഡ്രൈവർ വണ്ടി ഇരിച്ചിട്ടുള്ളൂ. താങ്ക് യു. ആരാ മോളെ അത്? അത് അടക്കരേന്നാ. അവിടെ അയൽവക്കത്തെ സുലൈമാൻ ഖാന്റെ മോനല്ലേ നിയാസ്ക, ഗൾഫിലുള്ള. ആ പിന്നെ ആരൊക്കെ ഉണ്ടല്ലോ. ആ നമ്മുടെ ബ്രോക്കർ മൊയ്യനല്ലേ അത്? റസിയ അറിയോ? പിന്നെ അറിയാതെ. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? എന്താ റസിയാന്റെ വിശേഷം? സുഖാണ്. കേറി വരി, കേറി വരി. ഇരിക്ക്. ആമിന, താരക്കെ വന്നിട്ട് നോക്കിക്കേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്ക്. അതെടുത്തു വെക്കടി. എന്താപ്പോ എല്ലാരും കൂടെ? ഞങ്ങള് നിയാസിനൊന്ന് പെണ്ണ് കാണിക്കാൻ പോന്നാ. എല്ലാ പ്രാവശ്യം വരുമ്പോ ഞാൻ ഒഴിഞ്ഞു മാറില്ല. ഈ പ്രാവശ്യം കയ്യോടെ പിടികൂടി കൊണ്ടുവന്നതാ പെണ്ണ് കാണിക്കാൻ. മോക്ക് പിന്നീട് വേറെ ഏതെങ്കിലും കല്യാണാലോചന വന്നോ? ഇല്ല, ആ സംഭവത്തിന് ശേഷം ആദ്യമായി വരണ കൂട്ടം നിങ്ങളാ. ആണോ? അത് നന്നായി. അന്റെ ഒരു ഭാഗ്യം. അപ്പഴേ മറ്റേ സംഭവം ക്യാൻസൽ ചെയ്താറോ? ചോട്ടണേ. അതെ, ഞങ്ങള് പെണ്ണ് കാണാൻ വന്നാന്ന് പറഞ്ഞത്. അറിയാം, ഒരു പാവം പെൺകുട്ടിയോടുള്ള സഹതാപം കൊണ്ടാണെന്നും അറിയാം. പക്ഷേ പെട്ടെന്നൊരു കല്യാണം നടത്താനുള്ള സാമ്പത്തിക നിലയിലേക്കോ മാനസിക നിലയിലേക്കോ ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. മോനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാനിട്ടല്ല, ഇതുപോലെ നല്ലൊരു മരുമകനെ ഞങ്ങൾക്കിനി കിട്ടുമെന്നും അറിയില്ല. കാരണം കഴിഞ്ഞതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പെണ്ണ് ചോദിക്കാൻ മനസ്സ് വന്നല്ലോ. പക്ഷേ കുറേ കാലം പുറത്തെ വീടിന്റെ തൊട്ടടുത്തിക്കാന്ന് പറയുമ്പോ ഒരു അതെ, ഒന്നും തോന്നരുത്. സത്യത്തിൽ ഞമ്മള് റസിയാനെ പെണ്ണ് കാണാൻ വന്നതല്ല. പിന്നെ ഞങ്ങൾക്ക് പെണ്ണ് കാണേണ്ട സ്ഥലം 5 കിലോമീറ്ററും കൂടി അപ്പുറത്താ. ഇവിടെ ഞമ്മള് പോണ വഴിക്കൊന്ന് വിശേഷം തിരക്കാൻ കേറിയതാ. ഞാനെന്തൊക്കെയോ വെറുതെ. അത് സാരല്ല, റസിയാക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ ഞങ്ങളും പ്രാർത്ഥിക്കാം. വരട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമ്മള് വേറെ ഒന്ന് കൊണ്ടുവരാന്ന്. മണികണ്ട, എന്തോ നീ ഇവിടുന്ന് കളകളാ വിളമ്പിയതുപോലെ നമ്മൾ പെണ്ണ് കാണാൻ ചെല്ലുന്ന വീട്ടിൽ വെച്ച് വിളമ്പരുത്.
അഥവാ എന്തെങ്കിലും വിളമ്പിയാൽ അടിച്ചന്റെ പല്ല് താടിയിടുന്നല്ലേ? കറക്റ്റ്. സേഫ്റ്റി യു. അല്ല ഓൻ എന്താ എന്നോട് പറഞ്ഞു? ഓൻ എന്ത് പറഞ്ഞാലും കിട്ടിയതിന്റെ 50-50. വണ്ടി പോട്ടെ. ഇഷ്ടപ്പെട്ടില്ല എന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാല്ലാതെ അതിന്റെ കാരണം വലുതോൻ പറഞ്ഞോ? എന്തിനാ നമ്മള് കാരണമൊക്കെ ചോദിക്കുന്നത്? എന്തെങ്കിലും കാരണമല്ലാതെ ഓൻ അങ്ങനെയൊന്നും പറയില്ല. ചാടിക്കൊടഞ്ഞ് ഏതെങ്കിലും ഒന്നിനെ കെട്ടിക്കൊണ്ടുവന്ന് ഒടുക്കം ഹലാക്കിലാകണേന് പകരം ആലോചിച്ചും നോക്കിയും നല്ലൊരു കുട്ടീനെ കൊണ്ടുവന്നാ അതാവും നല്ലത്. അന്വേഷിച്ച് നോക്ക. നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഈ തീരുമാനം എടുത്ത്? നിന്റെ വീട്ടുകാര് സമ്മതിക്കും തോന്നുന്നുണ്ടോ? അറിയില്ല. അറിയില്ല, നല്ല ഉത്തരം. ഇനി റസിയാന്റെ വീട്ടുകാർക്ക് സമ്മതമാണോന്ന് വല്ലതും അറിയോ? അതും അറിയില്ല. പിന്നെന്താ അറിയാ? എനിക്ക് ഇഷ്ടമാണെന്ന് മാത്രം അറിയാം. അതെങ്കിലും അറിയോലോ. നല്ല കുട്ടിയാ റസിയ. ഇങ്ങനൊരാഗ്രഹം എങ്ങനെ എന്റെ മനസ്സിൽ കടന്നുകൂടിയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ സഹതാപം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പടച്ചോൻ വിധിച്ചത് ഇതായിരിക്കാം. അതിനെല്ലാരും സമ്മതിക്കണ്ടേ? സമ്മതം ചോദിക്കണം. നിനക്ക് ധൈര്യമുണ്ടോ? എനിക്ക് ധൈര്യമല്ല, നീ ചോദിക്കണം. ഞാനോ? ഉമ്മ. എന്തേ മോനെ? ഉമ്മ ചമ്മന്തി അരയ്ക്കാ? കണ്ടാലറിഞ്ഞൂടെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തേ? എന്ത് കാര്യം? ഇത് മാങ്ങ ചമ്മന്തിയാ? അല്ലല്ല, തേങ്ങാ ചമ്മന്തി. കണ്ടപ്പോ തന്നെ തോന്നി. അതെ, നമ്മുടെ നിയാസിനെ കൊണ്ട് എന്തായാലും നമുക്ക് ചമ്മന്തി അരപ്പിക്കണല്ലോ. അല്ല, കല്യാണം കഴിപ്പിക്കണല്ലോ. ആ, കഴിപ്പിക്കണം. ഓന് പറ്റിയൊരു ചമ്മന്തി ഉണ്ട്. അല്ല, അമ്മയുണ്ട്. അല്ല, കുട്ടിയുണ്ട്. പെണ്ണുണ്ട്. എവിടെ? നമ്മളെ അപ്പുറത്തെ മനാഫില്ലേ, അവന്റെ ആദ്യത്തെ കിട്ടിയോളില്ലേ റസിയ, അതിന് നമുക്ക് ആലോചിച്ചാലോ? ചമ്മന്തി ചമ്മന്തി ഞാൻ ചോദിക്കൂല, ഉമ്മാനോട് എന്നെ ചോദിച്ചാ മതി. അതെന്താ? അതെ, അതൊന്നുമില്ല. എന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഇന്ന വരെ എന്റെ ഉമ്മയും ഉപ്പയും എതിരെ നിന്നിട്ടില്ല. ഇക്കാര്യത്തിലും അവരെന്റെ കൂടെ ഉണ്ടാവും, അതെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എന്റെ 4 പെങ്ങന്മാര്, അവരും എന്റെ കൂടെ ഉണ്ടാവും. എന്റെ കുടുംബത്തില് ആൺതരിയായിട്ട് ഞാനൊരാളല്ലേ ഉള്ളൂ. എന്റെ വിവാഹത്തെക്കുറിച്ച് അവർക്കൊക്കെ വലിയ സ്വപ്നങ്ങളുണ്ടാവും. എനിക്കുണ്ടായിരുന്നു വലിയ സ്വപ്നങ്ങൾ. പക്ഷേ റസിയാക്കൊരു ജീവിതം, അതാര് കൊടുക്കും? അതിന് മറ്റൊരാളുണ്ടെങ്കിൽ ഞാൻ മാറിക്കൊടുക്കും. പക്ഷേ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സമൂഹത്തിന് മുമ്പിൽ അവൾക്ക് അയോഗ്യതകൾ ഒരുപാടുണ്ട്. എന്നാ നമുക്ക് ഒരു കാര്യം ചെയ്താലോ? ഈ പോലെ പോലെ റസിയ, റസിയ, റസിയ.
എന്തേ? എന്താന്നോ? വീട്ടിൽ ആദ്യമായിട്ട് വരുന്ന ആളോട് ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? അല്ല, ഞാൻ പിന്നെ